നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാഹനത്തിന് സുരക്ഷാ പരിശോധന. മുൻ മുഖ്യമന്ത്രി ഉപയോഗിച്ച കറുപ്പ് നിറത്തിലാണ് കാറിലാണ് പരിശോധന നടത്തുന്നത്. വെള്ള ഇന്നോവയിലാണ് വി.ഡി. സതീശൻ KPCCയിൽ എത്തിയതെങ്കിലും സാങ്കേതിക തകരാർ മൂലം കറുപ്പ് കാറും കൊണ്ടുവരികയായിരുന്നു. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, തിങ്കളാഴ്ചയാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. അതിന്റെ മുന്നോടി എന്നോണമാണോ ഈ സുരക്ഷാ പരിശോധന? കറുപ്പ് കാറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കറുപ്പൊരു കാർ, ആ കാറ് പിന്നീട് വലിയ വിവാദത്തിന് വഹിച്ചിരുന്നു. കാരണം വലിയ സുരക്ഷയുടെ കാര്യത്തിലും മറ്റു കാര്യത്തിലെല്ലാം വീണ്ടും പണം മുടക്കിയുടെ കാര്യത്തിലും മറ്റു കാര്യത്തിലെല്ലാം വീണ്ടും പണം മുടക്കി പുതിയ കാർ വാങ്ങിയതെല്ലാം ഒരു വലിയ വിവാദം സംസ്ഥാനത്തുണ്ടായിരുന്നു. അതിന് പിന്നാലെ സതീശൻ അധികാരത്തിലേറുമ്പോൾ ഈ കറുപ്പ് കാർ ഉപയോഗിക്കില്ല എന്നൊരു കാര്യം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ ഈ സതീശൻ ഈ യാത്രയിലെല്ലാം ഉപയോഗിച്ചത് VN വാസവൻ ഉപയോഗിച്ച ഇന്നോവ കാറായിരുന്നു. ആ കാറിലാണ് ഇന്ന് KPCCയിലും ഈ സതീശൻ എത്തിയത്. പക്ഷേ ഈ കാറ് അല്പസമയം മുമ്പ് ചെറിയ സാങ്കേതിക തകരാർ മൂലം ആ കാറ് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി. ആ കാറ് ചെറിയ പ്രശ്നം വന്ന മൂലം ഉപയോഗിക്കാൻ കഴിയാതെ തുടർന്നാണ് പിണറായി വിജയൻ ഉപയോഗിച്ച കാറ് തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ആ കാറ് കറുത്ത കാറാണ്. പിണറായി സ്ഥിരമായി സഞ്ചരിച്ചിരുന്ന കാറായിരുന്നു. ആ കാർ ഇവിടേക്ക് കൊണ്ടുപോവുകയും ശേഷം ഡോഗ് സ്ക്വാഡ് അടക്കം എത്തി പരിശോധന നടത്തി. കാരണം നിയുക്ത മുഖ്യമന്ത്രിയുടെ വാഹനമാണ് അത്. നേരത്തെ ഈ പഴയ വെള്ള ഇന്നോവ കാറിൽ പരിശോധന നടത്തിയെങ്കിൽ പോലും ഈ കറുപ്പ് കാറ് പെട്ടെന്ന് കൊണ്ടുവന്നതാണ്. അതിനാൽ തന്നെ ആ കാറിലും ഒരു പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡ് അടക്കം അതുപോലെ ആ ഉദ്യോഗസ്ഥരടക്കം നടത്തി. എല്ലാ ബോംബ് സ്ക്വാഡ് അടക്കം പരിശോധന നടത്തിയ ശേഷമാണ് വി.ഡി. സതീശൻ യാത്ര തുറന്നത്. നമുക്കറിയാവുന്ന പോലെ ഈ കറുപ്പ് കാർ ഉപയോഗിക്കുന്നില്ല എന്നൊരു തീരുമാനം വി.ഡി. സതീശൻ അറിയിച്ചിരുന്നു. കാരണം ഈ കറുപ്പ് കാറിനോട് ഒരു വിമുഖത നേരത്തെ തന്നെ ഈ കോൺഗ്രസ് നേതാക്കളടക്കം അറിയിച്ചതാണ്. തുടർന്ന് വെള്ളക്കാർ, അത് VN വാസവൻ ഉപയോഗിച്ച കാറാണ്. ആ കാറ് ഉപയോഗിക്കുന്ന ഒരു കാര്യമായിരുന്നു അറിയിച്ചത്. തുടർന്ന് അതിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. പക്ഷേ ഇന്ന് ചെറിയ സാങ്കേതിക തകരാർ മൂലം ആ കാറ് മാറ്റിക്കൊണ്ട് പിണറായി ഉപയോഗിച്ച അതേ കാർ തന്നെ കൊണ്ടുവരികയും KPCC ആസ്ഥാനത്ത് വെച്ച് സുരക്ഷാ പരിശോധന നടത്തിയ ശേഷം പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് മടങ്ങിയത്. എന്തായാലും UDFന്റെ യോഗം ഇവിടെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. സണ്ണി ജോസഫും അതുപോലെ ദീപദാസ് മുൻഷിയും കൂടി പുറത്തു വരുന്നത് കൂടി ഇന്നത്തെ യോഗം ഏകദേശം പൂർത്തിയാക്കിയ ശേഷം നാളെയും ഈ ചർച്ചയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. അന്നും സതീശൻ ഈ വെള്ളക്കാറിൽ തന്നെയും യാത്ര ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ കറുപ്പ് കാറ് പൊതുവെ പൊതുസമൂഹത്തിൽ ഒരു എതിർപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ വെള്ളക്കാറിലേക്ക് സതീശൻ തുടർന്നും യാത്ര ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയായ ശേഷം ഈ വെള്ളക്കാറിൽ തന്നെ സതീശൻ യാത്ര തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അഞ്ജലി. ശരി ആഷിഖ്.